ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ റമളാനു ശരീഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പഠിപ്പിച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, മുൻഗാമികളായ സമുദായത്തിന് നോമ്പ് ഫറലാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് ഫറലാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാവാൻ വേണ്ടിയാണ്. നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം മനുഷ്യരുടെ തഖ്വയാണ്. എന്തിലൂടെയാണ് നമ്മുടെ തഖ്വകൾ പ്രകടമാവേണ്ടത്? പ്രത്യേകിച്ച് ഈ കാലഘട്ടം പാവപ്പെട്ട ജനങ്ങളുടെ, ഫക്കീറന്മാരുടെയും മിസ്കീന്മാരുടെയും ഒക്കെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിലൂടെ, വിശ്വാസികൾ പരസ്പരം സഹകരിക്കുന്നതിലൂടെ, അതുപോലെ മുഅ്മിനുകൾക്ക് നമ്മുടെ വിനയത്തിന്റെ, താഴ്മയുടെ ചിറക് താഴ്ത്തി കൊടുക്കുന്നതിലൂടെ റമളാനു ശരീഫിലെ തഖ്വ ആ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. റമളാൻ സദഖയുമായി വളരെ വലിയ ബന്ധമുള്ള ഒരു മാസമാണെന്നാണ് ഖുതുബയിൽ പ്രത്യേകം നമ്മോട് ഉണർത്തിയത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ പരസ്പരം ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളെ പോലെ ജീവിച്ചുകൊണ്ടുള്ള ഒരു തഖ്വയാണ് പ്രകടമാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്ത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീത്ത് നമ്മൾ കേൾക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്, നബി വളരെ കൂടുതൽ ഇബാദത്ത് എടുക്കുന്നവരാണ്. അജ്വദുന്നാസാണ്, ജനങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യും. എന്നാൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ സജീവമാകുന്നത് പരിശുദ്ധമായ റമളാനു ശരീഫിലാണ്. അതും ജിബ്രീൽ അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സജീവമാവും. മാത്രമല്ല, കരീഹിൽ മുർസല, ഒരു കൊടുങ്കാറ്റ് പോലെയായിരിക്കും പ്രവാചകൻ, ആരാധനയുടെ കൊടുങ്കാറ്റ്. അങ്ങനെയാണ് ഭാരതന്മാരായ സഹാബാക്കൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവൊക്കെ പ്രവാചകനെ പരിചയപ്പെടുത്തിയത്. റമളാൻ ആയാൽ ആരാധനയുടെ കൊടുങ്കാറ്റാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? ഇല്ല. നബിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന വിനയാന്വിതനായ ഒരു അടിമയാവാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധനയുടെ കൊടുങ്കാറ്റാവുന്നത്. അപ്പൊ നാം പ്രവാചകന്റെ മാർഗമാണ് ഈ വിഷയത്തിൽ നമ്മളും ഈ റമളാനിൽ ഇബാദത്തിന്റെ ഒരു കൊടുങ്കാറ്റുകളായി മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനു ശരീഫിൽ വളരെ കൂടുതൽ മറ്റു മാസങ്ങളിൽ ഉള്ളതിനേക്കാൾ ഖുർആൻ പാരായണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജീവമാകുമായിരുന്നു. നമ്മളും തന്നെ മറ്റു മാസങ്ങളിൽ ഖുർആൻ കേൾക്കുന്ന രൂപത്തിലല്ല ഈ മാസത്തിൽ വളരെ കൂടുതൽ ഖുർആൻ പാരായണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. കാരണം എന്താ? ഈ റമളാൻ ഖുർആനിന്റെ മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഖുർആൻ എന്ന് പറയുമ്പോൾ അത് കിതാബു ദുനിയ എന്നാണ് നമ്മുടെ ഖതീബ് പരിചയപ്പെടുത്തിയത്. ദുനിയാവിന്റെ ഗ്രന്ഥമാണ് കിതാബു ദുനിയ. അതായത് ദലീൽ കുൽശി, എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനെല്ലാമുള്ള രേഖ ഖുർആനാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളോടെല്ലാം ഖുർആൻ പ്രതികരിക്കുന്നുണ്ട്. നമുക്കത് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അത് വിശദീകരിക്കാൻ ചുമതലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്നു, നമ്മൾ ഓരോ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്നത് നാം നേരം പുലർന്ന് വൈകുന്നേരമാകുന്നവരെയും വൈകുന്നേരമായി നേരം പുലരുന്നത് വരെയും എന്തെല്ലാം വസ്തുക്കളും എന്തെല്ലാം വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടോ ആ വിഷയങ്ങളുമായി എല്ലാം ബന്ധപ്പെട്ട അവക്ക് മുഴുവനുമുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു രേഖയാണ് നമ്മുടെ കയ്യിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ എത്തിപ്പെടാനുള്ള ഒരു ടിക്കറ്റ് നമ്മൾ കയ്യിൽ പിടിക്കുന്നത് പോലെയാണ് പരിശുദ്ധമായ ഖുർആൻ. ആ രൂപത്തിൽ ഈ ഖുർആനിനെ കാണാൻ നമുക്ക് കഴിയണം. ആ ഖുർആനാണ് നമ്മോട് പറയുന്നത്. ഖുർആന്റെ 2-ാം അധ്യായത്തിൽ സൂറത്ത് ബഖറയുടെ ആദ്യത്തെ പരാമർശം തന്നെ നമ്മൾ കേൾക്കുകയുണ്ടായി മിമ്പറിൽ നിന്ന്. അതായത് വിശ്വാസി ഈ റമളാൻ മാസത്തിൽ അവൻ എത്രമാത്രം സദഖയുമായും പാവങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, സൂറത്ത് ബഖറയുടെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറഞ്ഞ പരാമർശം. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് എന്താ?
അതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കുന്നു. അത് ഒരു വിശ്വാസിയുടെ പാരത്രിക ലോകത്തെ അവന്റെ സുരക്ഷയ്ക്കുള്ള ആധാരമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നിട്ട് സൂറത്ത് ബഖറയുടെ 261 ആയത്ത്, ഒരു വിശ്വാസി ഒരു സദക്ക ചെയ്താൽ അതിന്റെ എഫക്റ്റ് എത്രമാത്രമാണെന്ന് ഖുർആൻ സുന്ദരമായ ഒരു ഉപമയിലൂടെ പരിചയപ്പെടുത്തി. മസലുല്ലദീന അംവാലുഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളുടെ ആ പ്രവർത്തനത്തിന്റെ ഉപമ കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യം പോലെയാണ്. അമ്പത്തത്ത് സബ്അ സനാബിൽ, ആ ഒറ്റ ധാന്യം 7 കതിരുകളെ മുളപ്പിച്ചിരിക്കുന്നു. ആ 7 കതിരുകളെ മുളപ്പിച്ചപ്പോ ഫി കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യമുണ്ട്. 4 ഒറ്റ ധാന്യം 7 കതിരുകളെ, നമ്മൾ പറയല്ലോ വായക്കൊല എന്നൊക്കെ പറഞ്ഞതുപോലെ, ഇപ്പൊ നെല്ലില്ലാത്തതുകൊണ്ട് കതിര് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കായ്കൾ വരുന്ന, ഇപ്പൊ തെങ്ങുമ്മല് തേങ്ങ ഉണ്ടാകുന്ന കുറെ കൊലകൾ ഉണ്ടാവും എന്നതുപോലെ ഒറ്റ ധാന്യം കൊണ്ട് അതിന് 7 കൊലകൾ, 7 കതിരുകൾ വരുന്നു. ഓരോ കതിരിലും 100 ധാന്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു മനുഷ്യൻ ഒറ്റ ധാന്യം കൊടുക്കുമ്പോൾ 700 ധാന്യം കൊടുത്ത ഫലം കിട്ടുന്നു. എന്നതുപോലെ നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ, ഒരു മാസം നമ്മൾ സൽക്കർമ്മത്തിലായി അല്ലെങ്കിൽ ഒരു ദിവസമായി, അതൊക്കെ നമ്മൾ 700ലേക്ക് കൂട്ടിയാൽ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന ഈ സദഖക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വില എത്രമാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഒരു ഉപമയിലൂടെയാണ് നമുക്ക് പഠിപ്പിച്ചത്. എന്നിട്ട് അള്ളാഹ് പറയാ, വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് ഇരട്ടിയാക്കി കൊടുക്കും. വല്ലാഹു വസിഉൻ അലീം, അള്ളാഹ് വിശാലമായി എല്ലാം അറിയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെയും അപ്പുറത്തേക്ക് അള്ളാഹ് കൊടുക്കും. ഏതാ? നമ്മൾ നോമ്പുകാരുടെ നോമ്പിന്റെ പ്രതിഫലം എത്ര? അള്ളാഹ് പറഞ്ഞത് അതിന്റെ പ്രതിഫലത്തിന്റെ കണക്ക് നിങ്ങൾക്ക് അറിയില്ല, അത് ഞാൻ കൊടുക്കുന്ന. അപ്പൊ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ പ്രത്യേകം പറഞ്ഞു, വല്ലാത്തൊരു അനുഗ്രഹമാണ്, വല്ലാത്തൊരു ആദരവും ഗിഫ്റ്റുമാണ് അള്ളാഹു തആല നമുക്ക് റമളാനിലൂടെ നൽകുന്നത്. അതായത് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ശുഭസുന്ദര മുഹൂർത്തം റമളാനിലാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. ആ ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, എന്താണ് ഖദ്റിന്റെ രാത്രി 1000 മാസത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു രാത്രിയിലെ ഒരു സൽക്കർമ്മം, അത് കാരണം നമുക്ക് 1000 മാസത്തെക്കാൾ പ്രതിഫലം, 1000 മാസമല്ല 1000 മാസത്തെക്കാൾ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നൽകുന്നത്. അപ്പോ 1000 മാസമാകുമ്പോൾ ഏകദേശം 83 വർഷം ഇബാദത്ത് എടുത്ത പ്രതിഫലം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷവും ഓരോ രാത്രി കടന്നു വരുമ്പോൾ അതൊക്കെ കറക്റ്റിന് നമുക്ക് പിടിച്ച് അതിനെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ പ്രത്യേകം ഉണർത്തുകയുണ്ടായി, മുൻ സമുദായങ്ങൾക്ക് 400ഉം 500ഉം ഒക്കെ വയസ്സ് ജീവിക്കാൻ അവസരമുണ്ടായിരുന്നു. നമുക്ക് അള്ളാഹു തആല ഒരുക്കിയത് വളരെ ചുരുങ്ങിയ വയസ്സാണ്. ഈ ചുരുങ്ങിയ വയസ്സിന്റെ ഇടയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നേടേണ്ടത് മുഴുവനും നാം നിർബന്ധമായും നേടിയിരിക്കണം. അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുന്ന പരിപാടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രി, ഒരാളെ നമ്മൾ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന്റെ നോമ്പിന്റെ പ്രതിഫലം നമ്മൾ നോമ്പ് തുറപ്പിച്ചതിലൂടെ നമുക്ക് ലഭ്യമാവും. അവന്റെ നോമ്പിന്റെ പ്രതിഫലത്തിൽ ഒരു കുറവും വരികയില്ല. അതുപോലെ ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസ്, നോമ്പുകാരന്റെ അടുത്ത് ആളുകൾ ഭക്ഷണം കഴിക്കാൻ വന്നു, ആ നോമ്പ് ഉറപ്പിക്കുകയാണ്. അപ്പൊ ആളുകൾ അവന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, അത് കാരണം അള്ളാഹുവിന്റെ മലായിക്കത്ത് അവർക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നു. അപ്പൊ എത്രമാത്രം പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് നൽകുന്നത്. ഈ ഒരു ചാൻസ്, ചെറിയ പണിയിലൂടെ വൻ നേട്ടം കൊയ്യാനുള്ള ഈ ശുഭമുഹൂർത്തം നഷ്ടപ്പെടാൻ പാടില്ല. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കേട്ടു, മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം, ഇത് നഷ്ടപ്പെടുത്തിയവൻ നഷ്ടപ്പെട്ടത് തന്നെയെന്ന്. അതുകൊണ്ട് ഒരിക്കലും നമുക്കിതിൽ ഒരു നഷ്ടവും സംഭവിക്കാതിരിക്കണം. എന്നാൽ പ്രത്യേകം നമ്മോട് ഖുത്ബയിൽ ഉണർത്തിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ നോമ്പും നമ്മുടെ ഈ സൽക്കർമ്മങ്ങളൊക്കെ എങ്ങനെയാവണമെന്നോ, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിൽ വിശ്വസിച്ച്, ആരും കാണാനും ഭൗതികമായ നേട്ടത്തിന് ഒന്നുമല്ല, റബ്ബിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് നിർവഹിക്കുന്നതെങ്കിൽ മാത്രമേ ഈ കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇമാം ബുഖാരിയുടെ സ്വഹീഹിലെ 1-ാമത്തെ ഹദീസ്,
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മൾ കേട്ടു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിങ്ങളുടെ അമലുകൾ അള്ളാന്റെ കോടതിയിൽ സ്വീകരിക്കണമെങ്കിൽ നല്ല നിയ്യത്ത് വേണം. ആ നിയ്യത്തോട് കൂടെയാവണം നമ്മുടെ സദഖകളൊക്കെ. നമ്മൾ സദഖ ചെയ്യുമ്പോ ശൈത്താൻ നമ്മളോട് പറയും, നീ ക്യാഷ് കൊടുത്താൽ അത് നഷ്ടപ്പെടും, എനിക്ക് ഒരുപാട് പരിപാടിയുള്ളതാണ് എന്ന് പറഞ്ഞ് പിശാച്ച് നമ്മെ പേടിപ്പിക്കുമെന്ന് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുക. ഇന്ന ശൈത്താന യഅ്ദുകുമുൽ ഫഖർ, പ്രയാസപ്പെടും, ക്യാഷ് പോവും, ചെലവാക്കരുത് എന്ന് പിശാച്ച് നമ്മോട് മന്ത്രിക്കും. അതുകൊണ്ട് തന്നെ തന്റെ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ആ വഴിയിലേക്ക് നീങ്ങണം. അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്തിനെ മേടിക്കണം. പാവപ്പെട്ട ആളുകൾക്ക് നൽകാനുള്ള വിഹിതങ്ങൾ നിർബന്ധമായും നൽകണം. അവരെ സ്ഫുടീകരിക്കാനും അവരുടെ മനസ്സുകൾ ശുദ്ധീകരിക്കാനും ആ പ്രവർത്തനം ഉതകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് സ്വല്പം ക്യാഷ് മറ്റുള്ളവരിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്, ഫറലായ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് കഴുകി വൃത്തിയാക്കുകയാണ്. ഒരു കുക്കറിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊന്ന് കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് നമുക്ക്. ഇല്ലെങ്കിൽ പിറ്റേ പ്രാവശ്യം നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പോൾ വലിയ അപകട പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിക്കളയും. അതിലേറെ വലിയ ശുദ്ധീകരണമാണ് സക്കാത്തിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സക്കാത്തിന്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ, റമളാൻ എന്നുള്ള സക്കാത്തിന്റെ ടൈമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അതിലൂടെ ഞാൻ ചേർത്തി പറയാം, ടൈം ആയവർ നിർബന്ധമായി നൽകിയില്ലെങ്കിൽ അത് അപകടമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നമ്മൾ മിമ്പറിൽ നിന്ന് കേട്ടു, ഇത്തഖുന്നാർ വലോ ബിശിഖി തംറ. ഒരു കാരക്കയുടെ ചെറിയൊരു പൊളി കൊണ്ടെങ്കിലും, ഒരു സ്വല്പം ഭാഗം കൊണ്ടെങ്കിലും നരകാഗ്നിയിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ കാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ, സദഖയിലൂടെ, ഇത്തികാഫിലൂടെ, അതുപോലെ നോമ്പിലൂടെ, ഖിയാമുൽ ലൈലിലൂടെ, ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ആരാധനയുടെ ഒരു കൊടുങ്കാറ്റായി പാവപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ നമ്മോട് ബന്ധപ്പെടുന്ന എല്ലാ മനുഷ്യന്മാർക്കും സ്നേഹത്തിന്റെ നിധികളായി ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളെ പോലെ ജീവിക്കുന്ന ആളുകളാവുക എന്നതാണ് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞു. നോമ്പ് നിങ്ങൾക്ക് ഫറലാക്കപ്പെട്ടു, നിങ്ങൾ മുത്തഖികളാവാൻ വേണ്ടി. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ശരിക്കും നിങ്ങളുടെ രക്തത്തിളപ്പൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ച് നല്ല ചിന്തയുണ്ടാകും, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകും. അപ്പോൾ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളെ പോലെ സ്നേഹനിധികളായി ജീവിക്കുന്ന മുത്തഖിയായി മുന്നോട്ട് പോവാൻ അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സംരംഭത്തിന് വേണ്ടി എല്ലാവിധ അംഗീകാരങ്ങളും നൽകി അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കെല്ലാം അള്ളാഹു ഇതിന്റെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മൾ രോഗികളായിട്ടുള്ള ആളുകൾക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സാമ്പത്തിക പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. കുടുംബപരമായും ദാമ്പത്യപരമായും സാമൂഹ്യപരമായും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹരിച്ചു തരുമാറാവട്ടെ. ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും അവന്റെ ദീനിന് സേവനം ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും അതുപോലെ നമ്മുടെ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും അള്ളാഹു തആല അവരുടെ ഖബറുകളെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ജൽ ജമ്മനാ ഹാദാ ജമ്മൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.